മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചൂടാണ്. മൊബൈലിലോട്ട് പൊക്കിക്കിട്ട ഞങ്ങൾ പല്ല് തേക്കാൻ പോവാ. കുഞ്ഞാവിടെ ബ്രഷ് എന്ത് പല്ല് തേക്കാൻ പോവാ. ഹായ് പറ. ഗുഡ് മോർണിംഗ്. മാലയൊന്നും ഇട്ടിട്ടില്ല കണ്ട. ശരിക്കും നോക്കട്ടെ. ലോറി കയറി പേസ്റ്റിനകത്ത്. ഇത് എവിടുന്ന് കിട്ടിയെന്നോ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നക്ഷത്രം ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിങ്ങനെ ഇവിടെ വന്നാലേ ഞങ്ങൾ പല്ല് തേക്കാൻ നേരം ഇങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല രസമാണ്. നമ്മുടെ വീടും പരിസരവും നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ നല്ല പുഞ്ചയാണ്. ഇത് കാണാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ചെടികൾ നിൽക്കുന്നുണ്ട്. നോക്കട്ടെ കാണിക്കാൻ പറ്റുന്നു. ഇതാ കണ്ട, അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. ഇതാണ്ട് അവിടെ ഇങ്ങനെ ഒരു വീടുണ്ട്. പിന്നെയും കാണിക്കാം. ഓ അവിടെ ഒരു വീടുണ്ട്, കാണാനൊക്കത്തില്ല. ഇതാ ആ മതിലിനകത്തൊരു വീടുണ്ട്. അങ്ങനെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നല്ല പച്ചപ്പ് ഹരിതം. എന്താ നേരെ കാണുന്നത് നമ്മുടെ റോഡാണേ, വണ്ടി പോകുന്ന മെയിൻ റോഡ്. ചേച്ചി പാല് മേടിക്കാൻ നിൽക്കുക അവിടെ. ഇപ്പം പാലും വണ്ടിയും വരും. പിന്നെ ആ കാണുന്നത് റോഡിനപ്പുറത്തുള്ള വീടുകളാണ് കാണുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു റോഡുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാം. ചെമ്പരത്തി എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഇത് പ്രത്യേകിച്ച് കാണിക്കാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുമല്ല. ചെമ്പരത്തി എല്ലാവരുടെയും വീട്ടിലുണ്ട്. പക്ഷെ അതാ ഈ ചെമ്പരത്തി പൂ കണ്ട, ഇതിപ്പോൾ കാണാനില്ല. ഈ 5 ഇതളിൻ്റെ ചെമ്പരത്തി കണ്ട, നല്ല രസമില്ല. ഇവിടെ നിറച്ച് പൂത്ത് നിൽപ്പുണ്ട് കണ്ട. സൂര്യൻ ചേട്ടൻ ദാ നോക്കി നിൽക്കുന്നു. ഈ ഞാൻ പോകുന്നതിനനുസരിച്ച് സൂര്യൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു കണ്ട. അതാണ്ട് ഈ വിടവിൻ്റെ ഇടയിലുണ്ട് സൂര്യൻ. ഹായ് സൂര്യൻ ചേട്ടൻ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രകൃതി രമണീയത ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത്. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവേനെ നീ കണ്ടോ. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ റോഡ് നമ്മുടെ ഇവിടെയൊക്കെ ഓരോരുത്തർ വീട് വെക്കാൻ വാങ്ങിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ നടുക്കാണ് നമ്മുടെ റോഡ്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരുപാട് വെയിലൊന്നും അടിക്കാത്ത നല്ല തണുത്ത പോലത്തെ പ്രദേശം. ഇതാണ് നമ്മുടെ വീട്. എൻ്റെ മോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ പല്ല് തേക്കാൻ ഇവിടെ മൊത്തം ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പല്ല് തേക്കുന്നത്. പക്ഷേ വീട്ടിൽ അവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. വാഷ് ബേസിൻ്റെ മുമ്പിൽ പോയിന്നാണ് പല്ല് തേക്കുന്നത്. നിയമം പല്ല് വെച്ചിട്ട് ഇതാ കയറിപ്പോയി. ഫോണിനകത്തിൽ എന്തൊക്കെയോ കുത്തും പോകാതെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അച്ഛൻ്റെ ഈ ഭക്തിയുടെ സംഭവമാണ് കണ്ട. അച്ഛൻ വലിയൊരു കൃഷ്ണഭക്തനാണ്. കൃഷ്ണൻ്റെ വലിയൊരു ഫാനാണ്. വലിയൊരു കൃഷ്ണഭക്തനാണ്. ആ കൃഷ്ണനും രാധയും മണ്ടയ്ക്കിരിക്കുന്നു. പിന്നെ ഒരു ഗണപതിയുണ്ട് താഴെ ഇരിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്കൊക്കെ കൊച്ചു കൊച്ചു വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്തൊരു ഗണപതി, പിന്നെ അതിനകത്ത് വലിയൊരു കൃഷ്ണൻ, പിന്നെ ചെട്ടുകളങ്ങരയമ്മ, പിന്നെ വേറെ ഒരു കൊച്ചു കൃഷ്ണൻ അമ്മനെ, പിന്നെ കുറേ സാധനങ്ങൾ അലുക്കുലിത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് കയറാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് തേച്ച് കുളിച്ചതും ഒന്നുമില്ല. അപ്പം നമ്മൾ വെറുതെ ആ ഭഗവാന്റെ അടുത്തോട്ട് ചെന്ന് ഭഗവാനെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചണ്ട ഞാൻ എടുക്കാത്തട്ടോ. ഞാനിപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് സൂം ചെയ്തെടുക്കുക. ഈ വണ്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇതാ എൻ്റെ ഒരു എത്ര വർഷം മുമ്പ്, ഒരു 10-13 വർഷത്തിന് മുമ്പുള്ള എൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടിയെന്ന് വെച്ചാൽ അച്ഛൻ ഓട്ടോ എടുത്തതിന് ശേഷം എനിക്ക് കൈകാര്യം ചെയ്യാൻ തന്നു. അച്ഛൻ ഓട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ
ഇത് പിന്നെ സ്വന്തം എൻ്റെ കൈകളിലാണ്. ഞാൻ ഇതിലാണ് ഓടിക്കാൻ പഠിച്ചതും ഉരുണ്ട് വീണതും എടുത്തതും ഒരു 16 വർഷത്തിന് മുമ്പ്. പിന്നെ അതിന് ശേഷം ഞാൻ രണ്ടാമതെടുത്ത വണ്ടിയാണ് ഇത്. ഇതിൻ്റെ സീറ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സീറ്റ് പട്ടി കടിച്ച് കയറി വെച്ചേക്കെ. എനിക്കിപ്പോൾ ഇത് ഫസീന പുതിയതെടുത്തത് കാരണം ഇത് ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് അത് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇനി ഇതിന് സീറ്റ് കവറൊക്കെ മാറിയിടണം. സ്റ്റാർട്ടിങ്ങിന് ചെറിയ പ്രശ്നമുണ്ട്, ഇനി അതെല്ലാം കൊടുത്ത് ശരിയാക്കണം. അപ്പം അത്രയേ ഉള്ളൂ. ഹായ് പറ, ഒരു ഹായ് പറഞ്ഞു. ഹായ്. ചായ. ഹായ് മോളു. എന്റെ ചായ ഇവിടെ വെച്ചേക്കാം. ഇങ്ങോട്ട് ചായ ഇവിടെ ഇട്ട് വെക്കാം. രാവിലെ എന്തെടുക്കുമെന്ന് കണ്ടോ? പിസ്ത തിന്നുന്നു അച്ഛനും മോളോട്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ അവളെ ഈ പിസ്ത തിന്നാനും. ചേട്ടാ നോക്കി, ഇഡ്ഡലി തിന്നിട്ട് തിന്നാതെ ഇവിടെ കൊണ്ടുപോകാൻ എടുത്ത് വെച്ചേക്കുന്ന സർബത്താണ് ഇത്രയും. ബാക്കി കുപ്പിയിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് തീരുമ്പോഴേ കണ്ടിട്ടില്ല. ഇത് ഈ കുപ്പിയുണ്ട്, ഒരു മനുഷ്യനെ പോലെ ഉണ്ട്. ഈ കുപ്പികളെല്ലാം കാണുമ്പോൾ കുറെ പേർക്ക് മനസ്സിലാകും ഇതെല്ലാം നമ്മുടെ കിക്ക് പിടിക്കുന്ന കുപ്പികളാണ്. കിക്ക് കുപ്പിക്കകത്തില്ല ഇതെല്ലാം ഒഴിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ പാവം എൻ്റെ അച്ഛൻ ഇതൊന്നും ഉപയോഗിക്കത്ത് പോലും ഇല്ല. ഇതൊക്കെ എവിടുന്നേലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുന്നതാണ്, കറക്കി കുത്തിക്കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കുന്നത്. ഇപ്പം ട്രെൻഡ് ഇതാടോ. എല്ലാ കടകളിലും ഇപ്പോൾ സർബത്ത് ഒഴിച്ചു വെക്കുന്നതും നമ്മുടെ മോരും വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുന്നതും ഈ കുപ്പിക്കകത്തില്ല. ഇതിനകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുപ്പി ഇതാണ്. ഇഷ്ടപ്പെട്ട് ഇത് പിടിക്കാൻ പോലും പറ്റില്ല. പിന്നെ ദാണ്ട് ഇത്, ഈ 2 കുപ്പികളും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. അങ്ങനെ നമ്മൾ രാവിലത്തെ കറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വെച്ച് നമ്മൾ വെറുതെ മുറ്റത്തൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നപ്പോഴത്തേക്കും അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. ഞങ്ങളിവിടെ വന്നാൽ മിക്കവാറും അമ്മ ആദ്യം ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും സാമ്പാറുമായിരിക്കും. പിന്നെ മെനു മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അമ്മ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അച്ഛൻ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. ഇത് പിന്നെ സ്ഥിരമുള്ളതാണ്. പോകുന്നതിന് മുമ്പ് രാവിലെ കുളിച്ച് റെഡിയായിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് വണ്ടി എടുക്കാറുള്ളൂ. അതങ്ങനെ ശീലമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് ടിവിയും കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ മൂക്ക് വാരി കൊടുത്തിട്ട് മൂക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിക്കും. അപ്പോൾ അത് രണ്ടും അങ്ങ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ജയമോനാണ് ടിവിയിൽ എന്തോ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളെന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ നോക്കിയിരിക്കുന്നില്ല, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ അച്ഛനും വന്ന് എത്തി നോക്കിയിട്ട് ഞാനും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പോയി റെഡി ആയിട്ട് വന്ന് പിന്നെ അച്ഛനും ജയമോനും കൂടെ ക്രിക്കറ്റ് കളിയും കണ്ട് അവരതിനെപ്പറ്റി പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവർ പറഞ്ഞതിനൊപ്പം ചിരിക്കുന്നതല്ലാതെ നമുക്കിതൊന്നും അറിഞ്ഞുകൂടായേ. അങ്ങനെ പിന്നെ അമ്മ ഇവിടെ അടുത്ത് വന്നിരുന്ന ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുക, എല്ലാ ജോലി ഒതുങ്ങിയിരിക്കുക, എല്ലാം കഴിച്ചോട്ട് അവിടെ കിടക്കോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമോ എന്ന് വെച്ചാൽ കിടക്കാനൊന്നും സമയമില്ല. വീഡിയോ എടുക്കാൻ ഇഷ്ടം പോലെ കിടക്കുക. വീഡിയോ എടുക്കാനാണെങ്കിൽ വീഡിയോ എടുക്കും. ജോലിയെല്ലാം ഒതുങ്ങിയിരിക്കുക. 5-6 പാത്രം ഉണ്ട്, അതവിടെ കിടന്നോട്ടെ, വന്നിട്ട് കഴിക്കും. ഞാൻ വീഡിയോ എടുത്തത് അമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു കൂവി എന്നോട് പറഞ്ഞ കാര്യം. അപ്പോൾ എന്തോ അമ്മയെ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ തിരിച്ച് ഇവിടെ വന്ന് എൻ്റെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞതാണ്. അങ്ങനെ അവർ രണ്ടാളും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ അമ്മമാരും ഇങ്ങനെയാണ്. എൻ്റെ അമ്മ സ്ഥിരം ഈ ഡയലോഗ് പഠിച്ച് വെച്ചേക്കുക. നമ്മൾ എപ്പോൾ ചെന്നാലും നമ്മളോട് ഇത് തന്നെയാണ് പറയുന്നത്. ഇതിനൊരു മാറ്റവും ഇല്ല. അതിനുശേഷം ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അയ്യോ എൻ്റെ ഫോൺ അടിച്ച് പോയെന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. നിങ്ങളുടെ ആരുടെ ഫോൺ അടിച്ച് പോയതല്ല, ഇത് എൻ്റെ ഫോൺ അടിച്ച് പോയതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേന് ഈ റീൽസിന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ പിന്നെ ഞാനിത് പ്രൈവറ്റ് ആക്കിയതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് ഞാൻ ആ പാട്ട് മ്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യണം കേട്ടോ. ചോറുണ്ണാ ബായോ നക്ഷത്രം, വാ നക്ഷത്രം, ഇവിടെ വന്നിരി. ജയമോ ചോറുണ്ണു. എന്നിട്ട് നമുക്ക് ഇച്ചിരി നേരം ഉറങ്ങാം. എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് തലവേദന എടുക്കുന്നു. നക്ഷത്രോ ഇങ്ങോട്ട് നീങ്ങിരി, പാട്ട് വെച്ചത്. അങ്ങനെ പിന്നെ ഒരുപാട് റീൽസ് എടുപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അവർക്ക് 3 ഞാൻ ആദ്യമേ കഴിക്കാൻ കൊടുത്തു. കുഞ്ഞാവയ്ക്കും കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാനെടുത്തത്. അപ്പോൾ ചോറ്, മീൻകറി, പപ്പടം, ചീരത്തോരന്, പിന്നെ 2 മുളക് വറുത്തത്. അതെൻ്റെ ഫേവറേറ്റാണ് മുളക് വറുത്തത്. പിന്നെ അച്ചാറ്, പിന്നെ എന്തായിരുന്നു മീൻ വറുത്തത്, ചൂര മീൻ വറുത്തതായിരുന്നു. പിന്നെ ഒഴിച്ചു കൂട്ടാൻ സാമ്പാർ ഉണ്ടായിരുന്നു. സാമ്പാർ പിന്നെ ഞാൻ എടുത്തില്ല, അത്രയും കറികളുള്ളതുകൊണ്ട്. നമുക്ക് ചോറുണ്ണാം. അപ്പം എല്ലാ കറികളും കൂട്ടി ഇവരെല്ലാവരും ചോറ് കഴിച്ചു. അടിപൊളി മീൻകറിയാണ്, രക്ഷയില്ല. എല്ലാം ഉണ്ട്. ചീരത്തോരൻ,
നമുക്ക് എല്ലാം കൂടെ പുരട്ടി കഴിച്ചു വെക്കാം. മീൻ കറി, ചീരത്തോരൻ, മീൻ വറുത്തത്, പപ്പടം, ഇതെല്ലാം കൂടെ പുരട്ടി ഒരു പിടിക്കും. അതിനും അമ്മമാരും വെക്കുന്ന ചോറും കറിയൊക്കെ തിന്നാൻ നമുക്ക് ഭയങ്കര കൊതിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ. ഞാനിത് മുഴുവനും കഴിക്കട്ടെ. ടാറ്റാ.